IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിയായ സുഹൃത്ത് സുഗാന്ത് ഉദ്യോഗസ്ഥയായ മേഘയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി. വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് തയ്യാറാക്കിയത്. വ്യാജ ക്ഷണക്കത്തുൾപ്പെടെയുള്ള രേഖകൾ യുവതിയുടെ ബാഗിൽ നിന്ന് ലഭിച്ചു. വിവരങ്ങളുമായി മാനസ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മേഘയുടെ മരണത്തിൽ സുഗാന്തിന്റെ പങ്ക് വെളിവാകുന്ന ഒരുപാട് സംശയങ്ങൾ, കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഇയാൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? തീർച്ചയായും മനു, ഇത്തരത്തിൽ നിരവധി തെളിവുകളാണ് സുഗാന്തിനെതിരെ പോലീസിന് ഇതിനോടകം തന്നെ ലഭ്യമായത്. ഇപ്പോൾ യുവതിയുടെ ഈ IB ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നും ലഭിച്ച ചില രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗർഭചിത്രത്തിന് വിധേയമാകാൻ വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നത് തെളിയിക്കുന്ന ചില രേഖകളാണ് ഇപ്പോൾ ബാഗിൽ നിന്നും ലഭ്യമായിരിക്കുന്നത്. വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് തയ്യാറാക്കിയത്. വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ യുവതിയുടെ ബാഗിൽ നിന്ന് ലഭിച്ചു എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ജൂലൈ മാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഗർഭചിത്രത്തിനായി വിധേയമായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ യുവതിയുടെ കുടുംബം ഈ സുഹൃത്ത് സുഗാന്തുമായുള്ള ബന്ധം ഏത് രീതിയിലേക്കാണ് അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാട്, അതോടൊപ്പം തന്നെ ലൈംഗിക ചൂഷണം, ഇതൊക്കെയും തന്നെ യുവതിയുമായി നിലനിർത്തിയ ഒരു സുഹൃത്ത് കൂടിയാണ് ഈ സുഗാന്ത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി നിരവധി തവണ പൈസ ചോദിക്കുന്നു, അതോടൊപ്പം തന്നെ ചൂഷണം ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം വ്യക്തമാക്കിയിരുന്നു. ഇത് തെളിയിക്കുന്ന ബാങ്ക് രേഖകൾ ഉൾപ്പെടെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ലൈംഗിക ചൂഷണത്തിനും തൻ്റെ മകളെ വിധേയമാക്കിയെന്ന ഈ ഒരു പ്രസ്താവനയുമായി കുടുംബം രംഗത്തെത്തുന്നത്. ഇതൊക്കെയും ലഭ്യമാകുന്ന രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. അന്വേഷണ സംഘം ഈ തെളിവുകളൊക്കെയും ലഭ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായി അന്വേഷിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ പോയി അന്വേഷണം നടത്തി എന്നത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ യുവതിയുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയായിരുന്നു. അതിൽ നിന്നും ചില വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ തെളിവുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുഗാന്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് പ്രതി ചേർക്കുന്നത്. സംഭവത്തിൽ ഈ ബലാത്സംഗം, അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പ്രതിക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. ഈ നിലവിൽ തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനാണ് കേസ് അന്വേഷിക്കുന്നത്. പിന്നാലെയാണ് യുവതിയുടെ ബാഗിൽ നിന്നും ഇത്തരത്തിൽ ചില രേഖകൾ കൂടി പോലീസിന് ലഭ്യമാക്കുന്നത്. ഇതൊക്കെയും തന്നെ പ്രതി സുഗാന്ത് തന്നെയാണ് ഇതിന് പിന്നിൽ എന്നത് വ്യക്തമാക്കുന്ന രേഖകളാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഈ യുവതി കൂടാണ്ട് മറ്റ് 3 യുവതികളുമായി ഈ IB ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരുമായി ഈ സുഗാന്ത് ഇത്തരത്തിൽ ബന്ധം പുലർത്തിയിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ച വിവരം. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ സങ്കടപ്പെടുത്തുന്ന വിവരങ്ങൾ, ഏറെ വിശ്വസിച്ച ആൺ സുഹൃത്ത് സുഗാന്ത് അവരെ ചതിച്ച കഥകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഒരുപക്ഷേ ആ മരണത്തിന് കാരണമായതും അതുതന്നെ ആയിരിക്കാം എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. അയാൾ ഒളിവിലാണ്, മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ അന്വേഷണം നടക്കുന്നു സുഗാന്തിന് വേണ്ടിയിട്ട്. വിവരങ്ങളാണ് ഇപ്പോൾ മാനസ നൽകിയത്.